അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. വിശുദ്ധ റമദാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ അവതരിപ്പിച്ച മാസമാണ്. നോമ്പ് നിർബന്ധമായ മാസമാണ്. തറാവീഹ് പോലുള്ള നമസ്കാരം സുന്നത്തായ മാസമാണ്. മിത്ര നമസ്കാരത്തിൽ റമദാൻ പകുതിക്ക് ശേഷം ഖുനൂത്ത് സുന്നത്തായ മാസമാണ്. ചെറിയ ചെറിയ അമലുകൾക്ക് ധാരാളം പ്രതിഫലം ലഭിക്കുന്ന മാസമാണ്. പുണ്യങ്ങളുടെ പൂക്കാലമാണ്. എന്നാൽ വിശുദ്ധ റമദാൻ സക്കാത്തിന്റെ മാസമല്ല. വിശുദ്ധ റമദാൻ അത് നോമ്പിന്റെയും മറ്റേ ഇബാദത്തുകളുടെയും മാസമായതുപോലെ റമദാനിൽ സക്കാത്ത് നിർബന്ധമായാൽ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാകുന്ന മാസമാണ്. സക്കാത്ത് എപ്പോഴാണോ ഒരാളിന് നിർബന്ധമാകുന്നത് അപ്പോഴാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ദുൽഹജ്ജ് മാസം അത് ഹജ്ജിന്റെ മാസമാണ്. എന്നാൽ ഇതുപോലെ സക്കാത്തിനെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു മാസം അത് ക്ലിപ്തമാണ് എന്ന് പറയാൻ സാധ്യമല്ല. എപ്പോഴാണോ സക്കാത്ത് നിർബന്ധമാകുന്നത് അപ്പോൾ സക്കാത്ത് കൊടുത്തു വിടണം. സക്കാത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരാളിന്റെ അധീനതയിൽ 85 ഗ്രാം സ്വർണത്തിന്റെ വിലയോ അതിന് മുകളിലോട്ടോ ഒരു വർഷക്കാലം അയാൾ അധീനതയിൽ ഉണ്ടെങ്കിലാണ് സക്കാത്ത് നിർബന്ധമാകുന്നത്. ഇന്നത്തെ സ്വർണത്തിന്റെ വില 1 ഗ്രാമിന് 8235 രൂപയാണ്. 85 ഗ്രാം സ്വർണത്തിന്റെ വിലയാകുമ്പോ 6,99,975, അതായത് 7 ലക്ഷം രൂപയാണ് 85 ഗ്രാം സ്വർണത്തിന്റെ വില. ആ 7 ലക്ഷം രൂപ ഒരാളിന്റെ, ഒരു മൂമിനിന്റെ അധീനതയിൽ ഒരു വർഷക്കാലം ഉണ്ടാകണം. ഇടയിൽ അല്ലെങ്കിൽ അതിന്റെ അവസാന സമയത്ത് ആ പൈസ അത് ഒന്നുകിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കാം, അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ആയിട്ട് കൊടുത്തിരിക്കാം, അല്ലെങ്കിൽ കടം കൊടുത്തിരിക്കാം. ഇവന്റെ അധീനതയിലുള്ളതാണ് തുകയെങ്കിൽ അതിന് സക്കാത്ത് നിർബന്ധമാണ്. ഇത് ഏറ്റവും ഒടുവിലോ ഇടയിലോ ഇയാൾ ഈ 7 ലക്ഷം രൂപ അയാൾ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അധീനതയിലുള്ള പൈസ കൊണ്ട് അയാൾ കാർ വാങ്ങുകയോ സ്ഥലം വാങ്ങുകയോ അയാൾ മറ്റെന്തെങ്കിലും സാധനം വീട് വയ്ക്കുകയോ ഒക്കെ ചെയ്താൽ സക്കാത്ത് നിർബന്ധമില്ല. ഒരു കൊല്ലക്കാലം അയാളുടെ അധീനതയിൽ ഉണ്ടാകണമെന്നതാണ് നിയമം. പ്രധാനമായും ബിസിനസ്സുകാർക്ക് സക്കാത്ത് നിർബന്ധമാകും. അത് ചെറിയ സൂപ്പർ മാർക്കറ്റ് ആണെങ്കിലും, ചെറിയ ചെറിയ ബിസിനസ് സ്ഥാപനങ്ങളാണെങ്കിലും, വലിയ വലിയ സ്വർണ്ണ കച്ചവടവും ഹൈപ്പർ മാർക്കറ്റും ഒക്കെ ആണെങ്കിലും സക്കാത്ത് നിർബന്ധമാകും. അത് കൊടുക്കുന്നതിന്റെ രീതി, എന്നാണോ ബിസിനസ് സ്ഥാപനം തുടങ്ങിയത് അതിന് 1 വർഷം കഴിഞ്ഞ്, അത് തന്നെ ഹിജ്റ വർഷമാണ് പരിഗണിക്കേണ്ടത്. 1 വർഷം കഴിഞ്ഞ് 1 വർഷം തികയുന്നതിന്റെ അന്ന് അല്ലെങ്കിൽ തലേ ദിവസം ആ സ്ഥാപനത്തിലുള്ള മുഴുവൻ വസ്തുക്കളുടെയും സ്റ്റോക്ക് എടുത്ത് വില നിർണയിക്കണം. അത് വാങ്ങി വെച്ച വില നിർണയിച്ചാലും മതി. കൊടുക്കുന്ന വിലയാണ് നിർണയിക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണെങ്കിലും ഇദ്ദേഹത്തിന് ലഭിച്ച വില തന്നെ ഇട്ടാലും മതിയാകുന്നതാണ്. ആ നിലയിൽ ആ സ്ഥാപനത്തിലുള്ള മൊത്ത സ്റ്റോക്കുകളുടെയും വിലയെടുത്ത് അത് 7 ലക്ഷമോ അതിലധികമോ രൂപയ്ക്ക് ഉള്ള സാധനങ്ങൾ ആ കടയിൽ ഉണ്ടെങ്കിൽ അതിന്റെ 2.5% സക്കാത്തായിട്ട് കൊടുക്കണം എന്നാണ്. അവ സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ മറ്റ് കച്ചവട സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ സ്വർണ്ണ കടകളിലോ ഒക്കെ എത്രയോ കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ ഉണ്ടാകാം. അതിന്റെ സ്റ്റോക്ക് എടുത്തിട്ട് അതിന് 2.5% സക്കാത്തായിട്ട് കൊടുക്കൽ നിർബന്ധമാണ് എന്ന് വളരെ സക്കാത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉലമാക്കൾ ആധികാരികമായി അറിയിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. ഈ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു സാധാരണ ഒരു കട തുടങ്ങുമ്പോൾ എത്ര രൂപയുണ്ട് എന്ന് നോക്കേണ്ടതില്ല. 1 വർഷം തികയുന്നതിന്റെ അന്നോ തലേ ദിവസമോ സ്റ്റോക്ക് എടുത്ത് പരിശോധിച്ചപ്പോൾ 10 ലക്ഷം രൂപയുണ്ട് എന്ന് സങ്കല്പിക്കുക, അല്ലെങ്കിൽ 1 കോടി രൂപയുടെ സാധനമുണ്ട് എന്ന് സങ്കല്പിക്കുക. 1 കോടി രൂപയുടെ സാധനമാണ് അന്ന് ആ കടയിലുള്ളതെങ്കിൽ അതിന്റെ 2.5% 2.5 ലക്ഷം രൂപ
ആ 2.5 ലക്ഷം രൂപയായി മാറ്റിവെക്കുക. അല്ലാതെ സൂപ്പർ മാർക്കറ്റിൽ കൊടുക്കുന്ന മല്ലിയോ മുളകോ മറ്റ് സാധനങ്ങളോ ഒന്നും അല്ല സക്കാത്ത് കൊടുക്കാനുള്ളത്. അവിടെ 1 കോടി രൂപയുടെ സാധനം സൂപ്പർ മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ 2.5 ലക്ഷം രൂപ അവിടെ നിന്ന് മാറ്റിവെക്കുക. അതിനെ 4 ഭാഗിച്ച് മാറ്റിവെക്കുക. തുല്യമായി 2.5 ലക്ഷം രൂപയെ 4 ഭാഗിച്ച് 4 കെട്ടുകളായി തന്നെ മാറ്റിവെക്കുക. അതിൽ 1 കെട്ട് ഫക്കീറിനുള്ളതാണ്, 1 കെട്ട് മിസ്കീനുള്ളതാണ്, 1 കെട്ട് പുതുവിശ്വാസിക്കുള്ളതാണ്, 1 കെട്ട് കടം കൊണ്ട് വലഞ്ഞവർക്കുള്ളതാണ്. അതിൽ 1 കെട്ടെടുക്കുക. ഫക്കീർ, ആ നാട്ടിലെ ഫക്കീറന്മാരെ കണ്ടുപിടിച്ച് ഏറ്റവും കുറഞ്ഞത് 3 പേർ, അതിൽ കുറയാൻ പാടില്ല, 3 പേരോ അതിലധികമോ കണ്ടുപിടിച്ചു. അപ്പോൾ 25 പേരുണ്ടെങ്കിൽ ആ 25 പേർക്ക് തുല്യമാകണമെന്നില്ല. അവരുടെ ആവശ്യത്തിന്റെ കണക്കിന് മനസ്സിലാക്കി 100, 1000, 5000, 10000 ഒക്കെ വെച്ച് ആ ഫക്കീറന്മാരുടെ കെട്ട് പൂർണ്ണമായി കൊടുക്കുക. സക്കാത്താണെന്ന് കരുതി കൊടുക്കുക. മിസ്കിന്മാരുടെ കെട്ടും അപ്രകാരം മിസ്കിന്മാരെ കണ്ടുപിടിച്ചു കൊടുക്കുക. പൊതുവിശ്വാസികളെയും കണ്ടുപിടിച്ച് അവരെ സമ്പന്നരാണെങ്കിൽ പോലും അവർക്കും സക്കാത്ത് കൊടുക്കുക. കടം കൊണ്ട് വലയുന്നവർ അവർക്കും സക്കാത്ത് കൊടുക്കുക. ഇനി പൊതുവിശ്വാസികൾ ഇല്ലെങ്കിൽ ആ തുകയും കൂടി മറ്റുള്ള കെട്ടുകളിൽ വിഭജിക്കുക. ഈ നിലയിൽ നിയ്യത്ത് ചെയ്ത് ആ കൊടുക്കേണ്ടവരെ കണ്ടുപിടിച്ച് അവരുടെ ഓരോരുത്തർക്കുമുള്ളത് വിഭജിച്ച് മാറ്റിവെച്ച് സക്കാത്ത് കൊടുക്കുന്നതിനാണ് ഇസ്ലാമിക വീക്ഷണത്തിൽ സക്കാത്ത് എന്ന് പറയുന്നത്. സക്കാത്ത് ആര് കൊടുക്കണം, ആർക്ക് കൊടുക്കണം, എപ്പോൾ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, ഇത് വ്യക്തമായും പഠിച്ച് ചെയ്യേണ്ടുന്ന ഒരു അമലാണ്. ോളം സുന്നത്ത് നമസ്കരിച്ചിട്ട് സുബഹി നമസ്കരിക്കാതെ പോകുന്നത് പോലെ ധാരാളം പള്ളിക്കും മദ്രസകൾക്കും യതീമീങ്ങൾക്കും അനാഥ മക്കൾക്കും വരുന്നവർക്കും മുഴുവനും കൊടുത്ത് നിർബന്ധമായ സക്കാത്ത് കൊടുക്കേണ്ട വിധം കൊടുക്കാതെ പരാജിതരുടെ കൂട്ടത്തിൽ പെട്ടുപോകുന്ന അവസ്ഥ വരാതെ അള്ളാഹു നമ്മെ കാക്കുമാറാകട്ടെ. പഠിച്ചു പ്രവർത്തിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.